തുടക്കത്തിലെ കണ്ടതുപോലെ നിങ്ങളുടെ മുഖത്ത് നിറച്ചും പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളും ചിക്കൻ ബോക്സും കാരണത്താൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മുഖത്ത് നിന്ന് എല്ലാ പാടുകളും മാറ്റി മുഖം നല്ലതുപോലെ തിളക്കം വെക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിമ്പിൾസിൻ്റെ കലകളെ മാറ്റാനും പിമ്പിൾസ് മാറ്റാനും പിമ്പിൾസിൻ്റെ പാടുകളെ മാറ്റാനും ചിക്കൻ ബോക്സിൻ്റെ പാടാണെങ്കിലും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന കിടിലൻ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കൂടാതെ തന്നെ ഞാൻ ആ പറയുന്ന ഒരു പാക്കും കൂടി നിങ്ങൾ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിന്ന് എല്ലാ പാടുകളും തുടച്ചു മാറ്റി മുഖം നല്ല പോലെ തിളക്കം വെക്കുന്നതാണ്. നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസ് മൂലം പിമ്പിൾസ് വരാറുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്ത് കൂടുതലും ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട്, അതായത് നമ്മുടെ കൂടുതലും ഫേസിനകത്തായിട്ടാണ് ആ ഓയിൽ പുറന്തള്ളി വരുന്നത്. അപ്പം നമ്മുടെ ഫേസിനകത്ത് പിമ്പിൾസ് വരും. പിന്നെ കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ദോഷങ്ങൾ കൊണ്ടും നമുക്ക് ഫേസിനകത്ത് നമ്മുടെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗത്താലും നമ്മുടെ ഫേസിന് പിമ്പിൾസ് വരാറുണ്ട്. പിന്നെ ഫേസ് ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടുമൊക്കെ പിമ്പിൾസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പം ഓയിൽ അടങ്ങിയ ഫുഡുകൾ കൂടുതലും കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതലും ശരീരത്ത് ഓയിൽ ഉൽപ്പാദനം കൂടുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫേസിൽ നിന്ന് പുറന്തള്ളും. അപ്പോൾ അത് പിമ്പിൾസിലൂടെ പുറന്തള്ളാൻ, അതായത് ഓയിൽ ഉൽപ്പാദനം ഫേസിനകത്ത് കൂടുതലുണ്ടെങ്കിൽ പിമ്പിൾസ് ഉണ്ടാവാനും ഒക്കെ കൂടുതലായിട്ട് പിമ്പിൾസ് ഉണ്ടാവും. പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് മുഖത്തെ പിമ്പിൾസ് മാറ്റാനും വസൂരിക്കല മാറ്റാനും കൂടാതെ തന്നെ മുഖത്തുണ്ടാകുന്ന ചിക്കൻ ബോക്സ് വന്നിട്ടും പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന പാടുകളും പിമ്പിൾസും ഒക്കെ തുടച്ച് മാറ്റി മുഖം നല്ല പോലെ തിളക്കം വെക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞതാ എന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചസ് കിട്ടിയ ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തുടക്കത്തിലെ ഒരു പിമ്പിൾസ് എന്ന പാടുകളുള്ള മുഖം കണ്ടോ? അതെൻ്റേതാണ്. ഞാൻ കുറേ അധികം വർഷങ്ങൾക്ക് മുന്നേ എടുത്ത ഒരു ഫോട്ടോസാണ്. അതിനകത്ത് എൻ്റെ മുഖത്ത് എന്തുമാത്രം പിമ്പിൾസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ചിക്കൻ ബോക്സിൻ്റെ പാടോ പിമ്പിൾസ് വന്നതിൻ്റെ പാടോ പോലും കാണാതെ ഫേസ് നല്ല പോലെ ക്ലീൻ ആക്കാൻ സഹായിച്ച ഒരു അടിപൊളി ഒരു സംഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു മാസമെങ്കിലും മുടങ്ങാതെ രാത്രിയിലോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പകലോ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കണം. 1-2 ദിവസം ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ചേഞ്ചസ് കിട്ടണമെന്നില്ല. ഒരു മാസം നിങ്ങൾ ഈ ഒരു പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചേഞ്ചസ് കിട്ടും. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മുഖത്ത് വന്ന പാടുകളോ പിമ്പിൾസോ ഒന്നുമില്ലാതെ തുടച്ച് മാറ്റി മുഖം നല്ല ക്ലീൻ ആക്കാൻ സഹായിക്കുന്നതാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചോറാണ്. വേവിച്ച ചോറ് വേണം. ഉപ്പിടാതെ വേവിച്ച ചോറാണ് വേണ്ടത്. ഉപ്പിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഉപ്പിടാത്ത ചോറാണ് നമുക്ക് വേണ്ടത്. മെയിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചോറിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് ചോറാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ 1 കപ്പ് ചോറ് ഉണ്ടാക്കുന്നത് നമുക്കിപ്പം 2 ആഴ്ച വരെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പം നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും. അപ്പം നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസ് ആക്കുകയാണെങ്കിൽ, അതായത് ടൈറ്റായിട്ടിരിക്കുന്ന സംഭവത്തെ ലൂസ് ആക്കിയിട്ട് ഇടാനായിട്ട് നോക്കണം. എന്തായാലും ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറെടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് ഞാൻ ഇനി ചേർക്കുന്നത് കറി വെക്കുന്ന മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കറി വെക്കുന്ന മഞ്ഞപ്പൊടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ കറി വെക്കുന്ന മഞ്ഞപ്പൊടി എടുക്കുന്നത്. ഇപ്പം മഞ്ഞപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂണാണ്. മഞ്ഞപ്പൊടി പിമ്പിൾസിൻ്റെ അണുക്കളെ നശിപ്പിക്കാനും പിമ്പിൾസ് വന്ന പാടുകളെ തുടച്ചു മാറ്റാനും നിറം നൽകാനും ചർമ്മത്തിന് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി, അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഞാൻ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിലിപ്പം ലെമൺ ഉണ്ടെങ്കിൽ 1/2 മുറി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമണൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ നിറം നൽകാൻ സഹായിക്കുന്നതാണ് ലെമൺ ജ്യൂസിൽ നിന്നൊക്കെ. ഞാനിപ്പം ലെമൺ ജ്യൂസ് അല്ല ഇവിടെ ചേർക്കുന്നത്, ഓറഞ്ച് നീരാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് നീര് ചേർക്കാവുന്നതാണ്.
എന്തായാലും രണ്ടും ചേർത്താൽ രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് അതായത് നാരങ്ങയോ അതല്ലെങ്കിൽ ഓറഞ്ചോ ചേർത്താലും നല്ലതാണ്. എന്തായാലും ഒരു ഓറഞ്ചിൻ്റെ നീരാണ് ഒരു വലിയ ഓറഞ്ചിൻ്റെ നീരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓറഞ്ച് നീര് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ ഓറഞ്ചിൻ്റെ കുരു വീണിട്ടുണ്ട്, അതെടുത്ത് കളയണം. പിന്നെ നമ്മുടെ ഓറഞ്ച് നീര് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്താണ് ചേർക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഞാൻ മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇടുന്നതിൻ്റെ മുന്നേ മിക്സി നല്ലോണം ക്ലീൻ ചെയ്യണം. ചിലപ്പം വീട്ടിലൊക്കെ അമ്മയൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ അരച്ചട്ടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കറിക്ക് എന്തെങ്കിലും അരച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്പൈസി ഉണ്ടെങ്കിൽ, അതായത് എരിവുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്കും ആ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുഖമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിപ്പോൾ കറി വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ, ഇപ്പോൾ കറിക്കൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം കഴുകിയിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചോറും ഓറഞ്ച് നീരൂടെ ചേർത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ആ ഒരു കപ്പ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഒരു കപ്പാണ് ഞാൻ ചോറെടുത്തത്. ഇനി ഞാൻ വെള്ളം ചേർക്കുന്നത് നിങ്ങൾ കാണണം എത്രയാണ് ചേർക്കുന്നതെന്ന്. കൂടുതൽ ചേർത്താൽ അതങ്ങ് നമ്മൾ അരയ്ക്കുന്ന ആ ഒരു പേസ്റ്റ് ലൂസായി മാറും. അതായത് കറക്റ്റ് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ചോറും എല്ലാം അരച്ച് നല്ലോണം കിട്ടുന്നതാണ്. ഇത് കണ്ടോ, ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെള്ളം ചേർത്തിട്ട് നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാറില്ല അതേപോലെ പേസ്റ്റ് ആക്കിക്കൊണ്ട് വരട്ടെ ഞാൻ എന്തായാലും. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ഇതേ രീതിയിൽ നമ്മൾ ജ്യൂസിനൊക്കെ മാംഗോ ജ്യൂസൊക്കെ അരയ്ക്കുന്ന രീതിയിൽ ഇരിക്കുമല്ലോ. ഇപ്പോൾ ഇത് മാസം വരെയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുഖത്ത് വന്ന ഒരു സംഭവത്തെ വേരിൽ നിന്ന് തന്നെ മാറ്റേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് വരിക പോലും ചെയ്യില്ല. പിന്നെ വസൂരിക്കാല, അതായത് ചിക്കൻ ബോക്സിൻ്റെ പാടാണെങ്കിലും ഇത് നിങ്ങൾ ചെയ്ത് ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും മുഖത്ത് നിന്ന് മാറുന്നതാണ്. ഞാൻ എന്തായാലും നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ബൗളിലേക്ക് ദൊഴിച്ച് നിങ്ങളെ കാണിക്കാം. ഈ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ കൂടുതൽ ലൂസ് ആവാനും പാടില്ല, പക്ഷേ എന്നാൽ ടൈറ്റ് ആവാനും അധികം കട്ടിയാവാനും പാടില്ല. എന്തായാലും ഞാൻ ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. നിങ്ങൾ കാണുന്നതാണ് ഒഴിച്ചു വെക്കുന്ന സമയത്ത് ഇതുണ്ടോ, ഈ ഒരു ഇത്രയും ഇതിലാണ് വേണ്ടത്. നമ്മുടെ മാംഗോ ജ്യൂസൊക്കെ കൂടുതലും വെള്ളം ചേർക്കാതെ അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നമുക്കിപ്പോൾ ഇപ്പോൾ അരച്ചത് നമുക്കൊരു 1 ആഴ്ച 2 ആഴ്ച വരെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു പാക്ക്. നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ അധികം ലെയറായിട്ടിടാൻ പാടില്ല. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, നമ്മൾ ഫേസിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. നിങ്ങൾ രാത്രിയിൽ ഇടുന്നതായിരിക്കും നല്ലത്. രാത്രിയിൽ ഇടുകയാണെങ്കിൽ കുറേ അധികം നേരം നമ്മുടെ ഫേസിലിരിക്കും. അപ്പം നമുക്ക് പീൽ ചെയ്യാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല പോലെ പറ്റും. അതല്ലാതെ നമ്മൾ പോലും അറിയാതെ വേദനയില്ലാതെ തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് നമ്മൾ കിടക്കുന്ന ആ ഒരു ബെഡിലേക്കൊക്കെ തന്നെത്താൻ അത് വീണ് പോകും. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മളെടുത്ത് കളഞ്ഞാലും മതിയാകും. നമ്മൾ ഇങ്ങനെയാണ് ഫേസിൽ ഇടേണ്ടത്. ഓക്കെ, നമ്മുടെ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രമല്ല ഫേസ് മുഴുവനായിട്ടിടാം. നിങ്ങളുടെ മുഖത്തെ രോമമൊക്കെ നല്ലപോലെ പോകാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന്. എന്തായാലും അങ്ങനെ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു മാസമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇത് ബാക്കി നമ്മളിങ്ങനെ വരുന്നത്, ഈ ബാക്കി ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റ് ആവുകയാണെങ്കിൽ, അതായത് കട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ തേക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പാക്ക് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയാണ്. ഇനി ഫേസിനകത്ത് പിമ്പിൾസ് മാറ്റുന്നതിന് വേണ്ടി ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകിനൊന്നും നിങ്ങൾ പോകേണ്ട, മറ്റുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകിനൊന്നും പോകണ്ട. 100% ചേഞ്ചസ് കിട്ടുന്നതാണ്. എൻ്റെ ഫേസ് ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് മുഖക്കുരു കാരണം വളരെയധികം വിഷമിച്ച പല ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതിനു ശേഷം ഇത് ഞാൻ പലർക്കും എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോഴും ഞാൻ അവരെൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. 100% നിങ്ങൾക്ക് ചേഞ്ചസ് കിട്ടും. ഇത് ഫേക്കായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം.
കണ്ടല്ലോ എങ്ങനെയാണ് ആ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കിടിലനൊരു സംഭവമാണ്. ചെയ്തിട്ടുള്ള ചേഞ്ചസ് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.